ഒരു ക്ലിനിക് എന്നൊരു സങ്കല്പം മനസ്സിൽ വന്നപ്പോൾ ഞാൻ ഒരുപാട് ആർക്കിടെക്ട്സിനെ കണ്ടു, ഒരുപാട് എഞ്ചിനീയേഴ്സിനെ കണ്ടു, എൻ്റെ ഐഡിയാസ് പറയുന്നു. പക്ഷെ എല്ലാത്തിലും എനിക്കൊരു ബ്ലോക്കായിട്ട് വന്നതെന്ന് വെച്ചാൽ അവർ പറയുന്ന ഐഡിയാസ് എന്നിൽ ഇമ്പോസ് ചെയ്യും. അല്ല, ഞാൻ പറയുന്ന ഐഡിയാസ് അവർ കേൾക്കാൻ തയ്യാറുമല്ല, എനിക്ക് ആവശ്യമുള്ള രീതിയിൽ വരാനും താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇൻസൈഡ് ഡിസൈനേഴ്സുള്ള സജീഷ് എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. പക്ഷെ എന്താണെന്നറിയത്തില്ല, ഒരു ഭയങ്കര കെമിസ്ട്രി ആയിരുന്നു നമ്മൾ തമ്മിൽ. ദ മൊമെന്റ് ഞാനത് എൻ്റെ ഐഡിയാസ് പറയുന്നത് അതുപോലെ അങ്ങോട്ട് അബ്സോർബ് ചെയ്യുകയും അതിൽ വേണ്ട ഫൈൻ ചേഞ്ചസ് മാത്രം ചെയ്ത് അതിനെ ടെക്നിക്കലി പെർഫെക്റ്റ് ആക്കി എൻ്റെ മനസ്സിൽ എന്തുവാണോ ഞാൻ കാണുന്നത് ആ രീതിയിൽ അതിനെ ഇന്റീരിയറിലോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് തരാനായിട്ടും ഡിസൈൻ ചെയ്യാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും ഇത്രത്തോളം എനിക്ക് തോന്നുന്നില്ല ഒരു ആർക്കിടെക്റ്റിനോ അല്ലെങ്കിൽ ഒരു ഡിസൈനറിനോ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രത്തോളം എനിക്ക് ഹാപ്പിയാണ് ഇൻസൈഡ് ഡിസൈനേഴ്സിന്റെ വർക്ക്. നമ്പർ 1, അവരുടെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ പങ്ക്ച്വാലിറ്റിയാണ്. അവരെ പറയുന്ന സമയത്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തരും. പിന്നെ മാത്രമല്ല, നമ്മളുടെ ഐഡിയാസ് എന്താണോ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നത് അതേ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനർ എന്നുള്ളത് എനിക്ക് ലാസ്റ്റ് 15 years ആയിട്ട് എനിക്ക് ഇവരുമായിട്ട്, ഇവിടെ മാത്രമല്ല, എൻ്റെ ക്ലിനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിലെ ഇന്റീരിയേഴ്സും അവരാണ് ചെയ്തിരിക്കുന്നത്, എൻ്റെ പുതിയ വീട്ടിലെ ഇന്റീരിയേഴ്സും ശരി, ഏതൊരു വർക്കാണെങ്കിലും ശരി, ഇത് മെഡിക്കൽ ഡെന്റൽ ഫീൽഡാണ്, യാതൊരു വിധത്തിലുള്ള മുൻപരിചയം ഇല്ലാതെയാണ് അവർ ആദ്യമായിട്ട് എൻ്റെ അടുത്തോട്ട് വരുന്നതും. പക്ഷെ എന്നിരുന്നാലും എത്രയോ ക്ലിനിക്കുകൾ ചെയ്ത ഒരു എക്സ്പെർട്ടൈസ് പോലെയാണ് അവരുടെ പ്രവൃത്തിയും അവരുടെ ഫിനിഷും. എനിക്ക് ബാക്കി എല്ലാ വർക്കിലും പിന്നെ അതിലുപരി ആഫ്റ്റർ സെയിൽ സർവീസും എക്സലന്റ് ആണ്. പിന്നെ അങ്ങനെ വലിയ ഡാമേജോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു ഹെഡേക്ക് ഒന്നും എനിക്ക് ഇതുവരെയും ചെയ്ത ഒരു വർക്കിലും വന്നിട്ടില്ല. മൈനർ ചെറിയ ഇഷ്യൂസ് വരുന്ന അതെല്ലാം അപ്പം തന്നെ വിളിച്ച് പറഞ്ഞാൽ സജീഷ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അതെല്ലാം റെക്ടിഫൈ ചെയ്ത് തരും. അപ്പോൾ ഇത്രയും പ്രൊഫഷണൽ ആയിട്ടും ഇത്രയും ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടും കസ്റ്റമറിനെ മനസ്സിലാക്കി കസ്റ്റമറിന്റെ ഫീലിങ്സ് എന്താണോ അത് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഡിസൈനറിന്റെ അല്ലെങ്കിൽ ഒരു കമ്പനി, ഒരു ഇന്റീരിയർ ഡിസൈൻ കമ്പനിയുടെ ഒരു സക്സസ് എന്ന് പറയുന്നത്. ആ രീതിയിൽ ഞാൻ നോക്കുവാണെങ്കിൽ ഞാൻ ഇൻസൈഡ് ഇന്റീരിയേഴ്സിന് 100 out of 100 മാർക്സ് കൊടുക്കും. ആൻഡ് എസ്പെഷ്യലി 3 cheers to Mr. Sajeesh and his whole team.